നമ്മൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ ഈ 8ാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇതിന് ശേഷമുള്ളതും അതേ ചാനലിൽ ലഭിക്കുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠന പരമ്പരയ്ക്ക് 10 ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുക. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എലീഫസിൻ്റെ 3ാമത്തെ സംഭാഷണം ആണ്. ഇയ്യോബും സ്നേഹിതനും തമ്മിലുള്ള 3ാമത്തെ ആവർത്തി സംഭാഷണത്തിന് തുടക്കമിടുന്നത് എലീഫസ് ആണ്. അവൻ്റെ വാക്കുകൾ 22-ന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ ഒരു വാദവും അവൻ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. 2-3 വാക്യങ്ങളിൽ മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും ദൈവത്തെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ സ്വാധീനിക്കുന്നില്ല എന്ന് എലീഫസ് പറയുന്നു. മനുഷ്യന്റെ ജ്ഞാനം ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യന്റെ നീതിയും നിഷ്കളങ്കതയും കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. മനുഷ്യന്റെ നിർമ്മലമായ ജീവിതം കൊണ്ടും മനുഷ്യന് മാത്രമേ ഗുണം ഉള്ളൂ എന്നായിരിക്കാം എലീഫസ് ഉദ്ദേശിച്ചത്. ഇത് പറഞ്ഞതിന് ശേഷം അവൻ്റെ പഴയ വാദത്തിലേക്ക് എലീഫസ് പോകുന്നു. 22-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിൻ്റെ കഷ്ടത അവൻ പാപിയാണ് എന്ന് തെളിയിക്കുന്നു എന്ന് എലീഫസ് തുറന്നു പറയുന്നു. നിന്റെ ദുഷ്ടത വലിയതല്ലയോ, നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ സാധ്യമായ പാപങ്ങളുടെ ഒരു പട്ടിക അവൻ തുടർന്ന് പറയുന്നു. ഇയ്യോബ് 22-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല, വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യൂറ്റക്കാരനോ ദേശം കൈവശമായി, മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറും കൈയായി അയച്ചു, അനാഥരുടെ ഭുജങ്ങളെ നീ ഓടിച്ചു കളഞ്ഞു. ഇത്തരം അനീതി ഇയ്യോബ് ചെയ്തതുകൊണ്ട് നിന്റെ ചുറ്റും കണികൾ ഇരിക്കുന്നു. പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. എലീഫസിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവുകളുമില്ല. എങ്കിലും ഫലം കഷ്ടത ആയതിനാൽ അതിന്റെ കാരണം തിന്മയാണ് എന്ന് അവൻ നിരൂപിക്കുകയാണ്. സാധ്യമായ അനീതികളുടെ ഒരു പട്ടികയും അവൻ നിരത്തുന്നു. ഇയ്യോബിനെ മൂടിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തെയും പെരുവെള്ളത്തെയും അവൻ തിരിച്ചറിയണം എന്നും അവൻ ഉപദേശിച്ചു. എന്നാൽ ദൈവം ഇയ്യോബിനെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഥയുടെ അന്ത്യത്തിലുള്ള ദൈവിക വിധിയും ഇയ്യോബിനെ നീതീകരിക്കുന്നത് ആയിരുന്നു. ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതരോട് പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. 29-ന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എലീഫസിന്റെ ആരോപണങ്ങളെയെല്ലാം ഇയ്യോബ് നിഷേധിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിലെ എലീഫസിന്റെ സംഭാഷണം ഇങ്ങനെ തുടരുന്നു. യാതൊന്നും ദൈവത്തിന് ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. അതിനാൽ ഇയ്യോബിന്റെ പാപവും ദൈവത്തിന് വെളിവായിരിക്കുന്നു. ദൈവം സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്നു. ദുഷ്ടന്റെ പ്രവൃത്തി കാണാതെ വണ്ണം കൂരിരുട്ടോ മേഘങ്ങളോ അവന്റെ കാഴ്ചയെ മറയ്ക്കുന്നില്ല. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ നാശത്തെക്കുറിച്ച് എലീഫസ് ഉറപ്പിച്ച് സംസാരിക്കുന്നു. 21-ന്റെ 14 ഇയ്യോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ദുഷ്ടന്മാർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോകാം, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. എങ്കിലും അവർ സുഖമായി നാൾ കഴിക്കുന്നു. ഇതിന് എലീഫസ് അവന്റെ സംഭാഷണത്തിൽ മറുപടി പറയുന്നു. കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി, അവരെ അടിസ്ഥാനം നദി പോലെ ഒഴുകി. ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി, അവരുടെ ശേഷിപ്പ് തീക്കിരയായി. അവന്റെ സംഭാഷണത്തിന്റെ അവസാനത്തിൽ അവൻ ഒരിക്കൽ കൂടി ഇയ്യോബിനെ ബുദ്ധി ഉപദേശിക്കുന്നു. നീ അവനോടിണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും. സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ എലീഫസ് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പൊന്നു പൊടിയിലും ഒഫീർ തങ്കം തോട്ടിലെ കല്ലിൽ ഇടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും.
ഈ വാക്യത്തെ നമ്മളുടെ ഇടയിൽ വളരെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ എലീഫസ് ഇയ്യോബിന്റെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവന്റെ കഷ്ടത പാപത്തിന്റെ ഫലമാണ്. ഇയ്യോബ് അവന്റെ ഭൗതിക സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നതിന് സാങ്കല്പികമായ ഒരു കുറ്റാരോപണമാണ് എലീഫസ് നടത്തിയത്. 22:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആരോപണം എലീഫസ് വിവരിക്കുന്നു. 29-ാം അധ്യായത്തിൽ നിന്നും ഇയ്യോബ് അവൻ താമസിച്ചിരുന്ന പ്രദേശത്തെ ന്യായാധിപന്മാരിൽ പ്രമുഖനായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാം. അപ്പോൾ അവൻ അന്യായമായ ന്യായപാലനം നടത്തി വിധവന്മാരുടെയും ദരിദ്രരുടെയും അനാഥരുടെയും സമ്പത്ത് കൈവശമാക്കി എന്നാണ് ആരോപണം. അതിനാൽ കഷ്ടത നീങ്ങിപ്പോകണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെന്നാണ് എലീഫസ് ഉപദേശിക്കുന്നത്. അവന്റെ അന്യായമായ സമ്പത്തെല്ലാം നീക്കിക്കളയണം, അതിനോടുള്ള ബന്ധം ഉപേക്ഷിക്കണം, ശേഷം പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം. സകല സമ്പത്തിനേക്കാളും വിലയേറിയത് ദൈവവുമായുള്ള ശരിയായ ബന്ധമാണ് എന്ന് ഇയ്യോബ് ഏറ്റുപറയണം. സമ്പത്ത് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുന്നതിന് തടസ്സമാണ് എങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഇയ്യോബ് അവനെ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ അവൻ ഉയർച്ച പ്രാപിക്കും. അവന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും. എലീഫസ് ഈ ഉപദേശം നൽകുന്നതിന് മുമ്പേ തന്റെ തകർച്ചയിൽ ഇയ്യോബ് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ആയിരിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ അവന്റെ ജീവിതത്തിൽ അനീതി ഉണ്ട് എന്നോ അതിന്റെ ഫലമായാണ് കഷ്ടത ഉണ്ടായതെന്നോ അവൻ പറഞ്ഞില്ല. എലീഫസ് ഉദ്ദേശിച്ചത് ഇയ്യോബ് പറയുന്നില്ല എന്നതാണ് സ്നേഹിതരും അവനും തമ്മിലുള്ള സംഘർഷത്തിന്റെ കാരണം. അന്ത്യത്തിൽ ദൈവം പ്രത്യക്ഷമാകുമ്പോൾ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ദൈവം ഇയ്യോബിനോട് ആവശ്യപ്പെടുന്നതും ഇല്ല. 23-ാം അധ്യായം 1 മുതൽ 24-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ എലീഫസിനുള്ള ഇയ്യോബിന്റെ മറുപടി ആണ്. എലീഫസും സ്നേഹിതരും ദൈവിക നീതി ഈ ഭൂമിയിൽ സമ്പൂർണമായി നിവർത്തിക്കപ്പെടുമെന്ന് കരുതുന്നു. എന്നാൽ ദൈവിക നീതി ഇവിടെ സമ്പൂർണമല്ല എന്ന് ഇയ്യോബ് വിശ്വസിക്കുന്നു. ദൈവിക നീതി സമ്പൂർണമായും കുറവുകൾ കൂടാതെയും നിവർത്തിക്കപ്പെടുന്ന ഭാവിക്കായി അവൻ പ്രത്യാശിക്കുന്നു. ഇതാണ് 23-ാം അധ്യായത്തിലെ ഇയ്യോബിന്റെ സംഭാഷണത്തിൽ അവൻ പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ. വിശ്വാസത്താൽ നീതിയോടെ ജീവിക്കുന്ന മനുഷ്യരെ ദൈവം നീതീകരിക്കുന്ന ഒരു ദിവസം വരും. 24-ാം അധ്യായത്തിൽ ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് ഇയ്യോബ് പ്രതീക്ഷിക്കുന്നു. 23:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിനു മുമ്പാകെ ചെല്ലുവാനും അവന്റെ കാര്യം അവിടെ വാദിക്കുവാനുമുള്ള അവന്റെ ആഗ്രഹം ഇയ്യോബ് പ്രകടിപ്പിക്കുന്നു. ദൈവം അവനോട് ബലാധിക്യത്തോടെ വ്യവഹരിക്കയില്ല എന്നും അവനെ ആദരിക്കുകയുള്ളൂ എന്നും ഇയ്യോബ് പ്രത്യാശിക്കുന്നു. ദൈവസന്നിധിയിൽ അവന്റെ ന്യായവാദം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ സദാകാലത്തേക്കും എൻ്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇയ്യോബിന്റെ ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ക്രിസ്തുവിൽ ദൈവജനം നീതീകരിക്കപ്പെടുകയും അന്ത്യകാലത്ത് അവർ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 23-10 വാക്യം ഇയ്യോബിന്റെ പ്രത്യാശയുടെ ശ്രേഷ്ഠമായ പ്രസ്താവനയാണ്. ഈ കഷ്ടതയിൽ അവൻ പൂർണ്ണമായി നശിച്ചു പോകുകയില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകും. അപ്പോൾ അവൻ സകല ശോധനയും തികച്ചു പൊന്നുപോലെ പുറത്തു വരും. അവന്റെ വിശ്വാസവും പ്രത്യാശയും അവന്റെ സ്നേഹിതരുടെ വാദങ്ങളെ നിഷ്പ്രഭമാക്കുന്നു. അവൻ അനീതിയുടെ മാർഗത്തിൽ നടന്നിട്ടില്ല എന്നും ദൈവിക കൽപ്പനകളെ ലംഘിച്ചിട്ടില്ല എന്നും അവന് നിശ്ചയം ഉണ്ട്. 23:13 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സർവാധികാരത്തെ ഇയ്യോബ് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. ദൈവം അനന്യനാണ്, അവന്റെ താല്പര്യം തടയുവാൻ ആർക്കും കഴിയുകയില്ല. അതിനാൽ ഇയ്യോബ് ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴ്പ്പെടുകയാണ്. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കൽ ഉണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഇയ്യോബിന്റെ അഗാധ ജ്ഞാനവും അവന്റെ സ്നേഹിതരുടെ ആഴം കുറഞ്ഞ ജ്ഞാനവും ഇവിടെ നമുക്ക് കാണാം. 24-ാം അധ്യായത്തിലും ഇയ്യോബിന്റെ സംഭാഷണം തുടരുകയാണ്. ഇവിടെയുള്ള ചോദ്യം
ദൈവം എന്തുകൊണ്ടാണ് വിസ്താര ദിവസങ്ങളെയും ശിക്ഷാസമയങ്ങളെയും നിയമിക്കാത്തത് എന്നാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെ ഒരു നിശ്ചിത കാലപരിധിക്കുള്ളിൽ വെച്ച് ദൈവം ശിക്ഷിക്കാത്തത്? തുടർന്ന് അവൻ ലോകത്തിൽ കാണുന്ന ദുഷ്ടതയും സാധുക്കളുടെ കഷ്ടതയും വിവരിക്കുന്നു. യോബ് 24:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയ്ക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുവന്ന് പുക്കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. ഇയ്യോബ് 24:9. ചിലർ മുലകുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു, ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. ദുഷ്ടന്മാരാൽ ഉപദ്രവിക്കപ്പെടുന്ന എളിയവരുടെ സ്ഥിതിയും ഇയ്യോബ് വിവരിക്കുന്നു. അവർക്ക് യാതൊരു ആശ്രയവും ലഭിക്കുന്നില്ല. ഇയ്യോബ് 24:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവർ വസ്ത്രമില്ലാതെ നഗ്നരായ രാത്രി കഴിച്ചു കൂട്ടുന്നു, കുളിരിൽ അവർക്ക് പുതപ്പും ഇല്ല. അവർ മലകളിൽ മഴ നനയുന്നു, മറവിടവില്ലാകിയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ഇയ്യോബ് 24:10-11 വാക്യങ്ങൾ. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു, പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു, അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു, മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ ദുഷ്ടന്മാരെ ഉടൻ ശിക്ഷിക്കുകയും എളിയവരെ രക്ഷിക്കുകയും ചെയ്യുന്നില്ല? ഇതാണ് ഇയ്യോബിന്റെ ചോദ്യം. ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്. എന്നാൽ അന്ത്യത്തിൽ എല്ലാ ദുഷ്ടന്മാർക്കും ദൈവിക ശിക്ഷ ലഭിക്കുമെന്ന് ഇയ്യോബ് സമ്മതിക്കുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശമിക്കപ്പെട്ടിരിക്കുന്നു. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. അവന്റെ ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ വഴികളിൽ മേൽ ഉണ്ട്. കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു. കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. 25-ാം അധ്യായം ബിൽദാദിന്റെ 3-ാമത്തെ സംഭാഷണമാണ്. ഇത് വളരെ ഹ്രസ്വമാണ്. ദൈവത്തിന്റെ സർവാധികാരത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ബിൽദാദ് ആരംഭിക്കുന്നത്. ആധിപത്യവും ഭയങ്കരത്വവും അവന്റെ പക്കലുണ്ട്. തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അതുകൊണ്ട് മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലൻ ആകും? ഇതാണ് അവന്റെ ചോദ്യം. ദുഷ്ടന്മാർക്കും ചിലപ്പോൾ ഭൗതിക നന്മകൾ ലഭിക്കാം എന്ന ആശയത്തോട് ബിൽദാദ് യോജിക്കുന്നു. അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള നന്മ ചിലപ്പോൾ ദുഷ്ടന്മാർക്ക് ലഭിക്കും. ഈ ആശയത്തെയാണ് ദൈവശാസ്ത്രത്തിൽ പൊതുവായ അല്ലെങ്കിൽ കേവലമായ ദൈവകൃപ എന്ന് വിളിക്കുന്നത്. ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയിൽ നമുക്ക് ഇത് കാണാം. ദൈവസന്നിധിയിൽ അവന്റെ ന്യായവാദങ്ങളെ അവതരിപ്പിക്കാമെന്നും ദൈവം അവനെ മാനിക്കുമെന്നും അവൻ സദാകാലത്തേക്കും തന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നുമുള്ള ഇയ്യോബിന്റെ വാദത്തെ ബിൽദാദ് അംഗീകരിക്കുന്നില്ല. മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകയില്ല എന്ന് അവൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിക്ക് ചന്ദ്രന് ശോഭയോ നക്ഷത്രങ്ങൾക്ക് ശുദ്ധിയോ ഇല്ല. പിന്നെ എങ്ങനെയാണ് പുഴുവും കൃമിയുമായിരിക്കുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാൻ ആകുന്നത്? ഇയ്യോബും സ്നേഹിതനും തമ്മിലുള്ള സംഭാഷണ ആവർത്തിയിലെ അവസാനത്തെ സംഭാഷണമാണ് 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബിൽദാദിന്റെ 3-ാമത്തെ സംഭാഷണത്തിനുള്ള ഇയ്യോബിന്റെ മറുപടിയാണ്. 26-ാം അധ്യായം ആരംഭിക്കുന്നത് അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 27 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിലും ഇയ്യോബിന്റെ സുഭാഷിതങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് അവരും സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണ ആവൃത്തിയുടെ ഭാഗമല്ല. ഈ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഇയ്യോബ് തന്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. 26-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് അവന്റെ സ്നേഹിതരെ പരിഹാസത്തോടെ വിമർശിക്കുന്നു. ഇയ്യോബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇയ്യോബ് 26-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവന് എന്താലോചന പറഞ്ഞു കൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു? ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു?
6 മുതലുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു മനോഹരമായ പാട്ട് പാടുന്നു. ഇയ്യോബ് 26:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പാതാളം അവന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതിരിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിധിക്കുന്നു, ഭൂമിയെ നാസ്തികത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. കഠിനമായ കഷ്ടതയിലാണ് ഇയ്യോബ് ഇങ്ങനെ ഒരു സ്തുതിഗീതം പാടുന്നത് എന്നത് ആശ്ചര്യം തന്നെയാണ്. അവനെപ്പോലെ ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ഒരുവന് മാത്രമേ ഇങ്ങനെ പാടുവാൻ കഴിയൂ. അവൻ്റെ കഠിന ശോധനയിലും അവൻ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇയ്യോബ് ദൈവത്തിൻ്റെ സർവാധികാരത്തിന് പൂർണ്ണ സമ്മതത്തോടെ കീഴ്പ്പെടുകയാണ്. പാതാളം അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതിരിക്കുന്നു. മരിച്ചവർ ആയിരിക്കുന്ന ഇടം പോലും ദൈവത്തിന് മറയില്ലാത്തതാണ്. അവൻ്റെ അധികാരത്തിന് കീഴിൽ അല്ലാതെ യാതൊരു ഇടവും ഇല്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും സൂക്ഷിക്കുന്നതും ദൈവമാണ്. അവൻ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു. എന്നാൽ അവന് ആകാശത്തിൻ്റെ തൂണുകളെ കുലുക്കുവാൻ ശക്തിയും അധികാരവുമുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അവൻ ഗ്രഹിച്ചിരിക്കുന്ന ജ്ഞാനമെല്ലാം അവൻ്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ. ഇയ്യോബ് 26:14. എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ. നാം അവനെക്കുറിച്ചൊരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ, അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും. 27-ാം അധ്യായം ആരംഭിക്കുന്നത് ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ്റെ 2 സുഭാഷിതങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സുഭാഷിതം 29:1 മുതൽ 31:40 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സംഭാഷണങ്ങൾ അവർ സ്നേഹിതന്മാരോട് മാത്രമല്ല, എല്ലാ വായനക്കാരോടും കൂടെ പറയുന്ന പ്രഭാഷണം ആണ്. 27:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഇപ്പോഴും ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. എങ്കിലും സർവശക്തനായ ദൈവം അവൻ്റെ ന്യായം നീക്കിക്കളഞ്ഞുവെന്നും അവന് മനോവ്യസനം വരുത്തിയിരിക്കുന്നുവെന്നും അവൻ പറയുന്നു. അവൻ്റെ പാപത്തിൻ്റെ ഫലമായി കഷ്ടത ഉണ്ടായി എന്ന സ്നേഹിതരുടെ വാദം അവൻ അംഗീകരിക്കുന്നില്ല. മരിക്കുവോളം അവൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. അവൻ്റെ നീതി അവൻ ഉപേക്ഷിക്കാതെ വിടാതെ മുറുകെ പിടിക്കുന്നു. അവൻ്റെ ഹൃദയം അവൻ്റെ നാളുകളിൽ ഒന്നിനെയും കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ. 27:11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്കൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും എന്തെല്ലാം ആണ് എന്ന് വിവരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും, സർവശക്തൻ്റെ ആന്തരം ഞാൻ മറച്ചു വെക്കുകയില്ല. ഇത് 18:5 മുതൽ 21 വരെ ബിൽദാദ് വിവരിക്കുന്ന ദുഷ്ടന്മാർക്ക് വരുന്ന കഷ്ടതയുടെ വിവരണത്തിൻ്റെ സമാന്തരമായ ഒന്നാണ്. ഇയ്യോബ് പാപിയാണ് എന്ന് സമർത്ഥിക്കുവാനാണ് ബിൽദാദ് ശ്രമിച്ചത്. 27-ാം അധ്യായത്തിൽ ഇയ്യോബിൻ്റെ സുഭാഷിതത്തിൽ സ്നേഹിതർ ദുഷ്ടന്മാരെ പോലെ പെരുമാറുന്നു എന്ന് പറയുവാൻ ഇയ്യോബ് ശ്രമിക്കുന്നു. 28-ാം അധ്യായത്തിലും ഇയ്യോബിൻ്റെ 1-ാമത്തെ സുഭാഷിതം തുടരുകയാണ്. ഇതൊരു മനോഹരമായ കവിത പോലെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇയ്യോബ് വാദപ്രതിവാദങ്ങളെ ഉപേക്ഷിക്കുന്നു. അവൻ ആഴമുള്ള തത്വചിന്തകളിലേക്ക് കടക്കുന്നു. ഇയ്യോബ് 28:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതിക്കടിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വെക്കുന്നു. കൂരിരുളിലെയും തമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. വിലയേറിയ വസ്തുക്കളെ കണ്ടെത്തുവാനുള്ള പ്രയാസമാണ് ഇയ്യോബ് ഇവിടെ വിവരിക്കുന്നത്. മൂല്യവസ്തുക്കളെ ഖനനം ചെയ്തെടുക്കുന്നതാണ് പശ്ചാത്തല ചിത്രം. ഖനനത്തെക്കുറിച്ചും അതിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുമുള്ള ഒരു പുരാതന പരാമർശമായി നമുക്ക് ഈ വാക്കുകളെ വായിക്കാം. ഇതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, മറഞ്ഞിരിക്കുന്നൊരു വസ്തുവിൻ്റെ വലിയ മൂല്യം. 2, അതിനെ കണ്ടെത്തി ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള അസാധാരണവും കഠിനവുമായ ശ്രമം. ഈ ഭൂമിയിൽ എവിടെയോ ദൈവം അമൂല്യമായ ധാതു ലവണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുവാൻ മനുഷ്യൻ
കൂർ ഇരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യണം. അതൊരു ഏകാന്തമായ അന്വേഷണമാണ്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, എന്നാൽ അതിലെ പാറകൾ നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം കനകപ്പൊടിയും അതിൽ ഉണ്ട്. ഇവയൊന്നും ആകാശത്തിലൂടെ പറക്കുന്ന കഴുകനോ പരുന്തോ കണ്ടിട്ടില്ല. ഘോരസിംഹം ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഇവർക്കൊന്നും ഭൂമിക്കടിയിലെ അമൂല്യ വസ്തുക്കൾ സ്വന്തമാക്കുവാൻ കഴിയില്ല. ഇത്തരം അമൂല്യ നിധികളെ ഇയ്യോബ് ജ്ഞാനത്തോടെ സാമ്യപ്പെടുത്തുന്നു. ഭൂമിയുടെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികളെ പോലെയാണ് ജ്ഞാനവും. ജ്ഞാനം എന്നതുകൊണ്ട് ഇയ്യോബ് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മർമ്മമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള അറിവ് ആണ്. ഇയ്യോബ് 28:12-13 വാക്യങ്ങൾ. എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയും? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. തങ്കം കൊടുത്താലും വെള്ളി തൂക്കി കൊടുത്താലും ജ്ഞാനം ലഭിക്കുകയില്ല. അത് കമ്പോളത്തിൽ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്നതല്ല. ജ്ഞാനം ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ഇടയിൽ കണ്ടെത്തുകയില്ല. ദൈവത്തിനു മാത്രമേ ജ്ഞാനം പകർന്നു നൽകുവാൻ കഴിയൂ. കാരണം അവൻ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഏക ഉറവിടം. ഇയ്യോബിന്റെ കഷ്ടത വലുതായിരുന്നു. പല പ്രാവശ്യം അവൻ ദൈവത്തോട് പ്രത്യക്ഷപ്പെടുവാനും അവന്റെ കഷ്ടതയുടെ കാരണം എന്താണ് എന്ന് വിശദീകരിക്കുവാനും ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹിതരുടെ സംഭാഷണങ്ങൾക്ക് ശേഷം ഇയ്യോബ് അവൻ മനസ്സിലാക്കിയ ആത്മീയ മർമ്മം പ്രസ്താവിക്കുന്നു. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും വിശദീകരിക്കുവാൻ കഴിയുന്ന ജ്ഞാനം മനുഷ്യർക്ക് ഇല്ല. ദൈവത്തിനു മാത്രമേ എല്ലാം അറിയുന്ന ജ്ഞാനം ഉള്ളൂ. അതിനാൽ ഇയ്യോബ് പറഞ്ഞു, ദൈവം അതിൻ്റെ വഴി അറിയുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവന്റെ സുഭാഷിതത്തിന്റെ അവസാനം ഇയ്യോബ് കണ്ടെത്തിയ ജ്ഞാനം എന്താണ് എന്ന് അവൻ നിർവചിക്കുന്നു. ഇയ്യോബ് 28:28 കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമാകുന്ന നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോട് അരുളി ചെയ്തു. 29 അധ്യായത്തിലും ഇയ്യോബിന്റെ സംഭാഷണം തുടരുകയാണ്. ഇത് അവന്റെ രണ്ടാമത്തെ സുഭാഷിതമാണ്. അവന്റെ കഷ്ടതയിലും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു നിന്നു. അവന് കഷ്ടത വരുവാൻ കാരണം എന്താണ് എന്ന് ദൈവത്തിൽ നിന്നും അറിയുവാൻ ഇയ്യോബ് ആഗ്രഹിച്ചു. അവന്റെ സ്നേഹിതർ അവന്റെ മറിഞ്ഞിരിക്കുന്ന പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ ഉപദേശിച്ചു. എങ്കിലും അവന്റെ ജീവിതത്തിലെ ഒരു പാപവും നിമിത്തമല്ല അവന് കഷ്ടത ഉണ്ടായത് എന്ന വാദത്തിൽ ഇയ്യോബ് ഉറച്ച് നിന്നു. അവന്റെ രണ്ടാമത്തെ സുഭാഷിതം ആരംഭിക്കുന്നത് പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പണ്ടത്തെ നാളുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അന്ന് അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സഖ്യത അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരിക്കൽ കൂടി എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അവൻ ആഗ്രഹിക്കുന്നു. 6-ാം വാക്യത്തിലെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു എന്നത് അവൻ അനുഭവിച്ച ഭൗതിക നന്മകളെ സൂചിപ്പിക്കുന്നു. 29:7-17 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിന്റെ കഴിഞ്ഞ നാളുകളെ കുറിച്ച് അവൻ ഓർക്കുകയാണ്. ഈ വാക്യങ്ങളിൽ നിന്നും അവൻ പട്ടണത്തിലെ ഒരു പ്രമാണിയും അവിടെയുള്ള ന്യായാധിപ സംഘത്തിലെ പ്രമുഖനുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് അവനെ മറ്റുള്ളവർ ബഹുമാനിച്ചിരുന്നത് എന്നും അവൻ എപ്രകാരം സാധുക്കൾക്ക് നീതി നടത്തി കൊടുത്തിരുന്നു എന്നും 29:12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇയ്യോബ് 29:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും. അവൻ കുരുടന് കണ്ണും മുടന്തന് കാലും ദരിദ്രന്മാർക്ക് അപ്പനുമായിരുന്നു. അവൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. നീതികെട്ടവന്റെ അണപ്പല്ല് തകർത്തു. അവന്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. അതുകൊണ്ട് ഇയ്യോബിന്റെ പ്രത്യാശ ഇതാണ്. ഇയ്യോബ് 29:18-19 വാക്യങ്ങൾ. എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും.
ഹോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും. എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് പാർക്കുന്നു. ഈ വാക്യത്തിൽ എബ്രായ മൂലകൃതിയിലും ഇംഗ്ലീഷിലും ഹോൽ പക്ഷിയെപ്പോലെ എന്ന പദമില്ല. സാൻഡ് എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായ പദം ഖോൽ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം പൊടി, മണ്ണ് എന്നിങ്ങനെയാണ്. ഉദാഹരണമായി കടൽക്കരയിലെ മണൽത്തരികളെ കുറിച്ച് പറയുവാൻ ഈ പദം ഉപയോഗിച്ചിരുന്നു. ഇത് എണ്ണിക്കൂടാതെ വണ്ണം ധാരാളമായത് എന്ന ആശയമാണ് വിനിമയം ചെയ്യുന്നത്. അതിനാൽ ബാബേൽ പ്രവാസകാലത്ത് ഇയ്യോബ് 29:18 ഈ ആശയം കൊണ്ടുവരുന്നതിനായി ഫെനിക്സ് പക്ഷിയെ പോലെ അല്ലെങ്കിൽ ഹോൽ പക്ഷിയെ പോലെ ദീർഘായുസ് എന്ന് യഹൂദ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചു. അതിൻ്റെ ചുവട് പിടിച്ചാണ് മലയാളത്തിൽ ഹോൽ പക്ഷിയെ പോലെ ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും എന്ന പരിഭാഷ ഉണ്ടായത്. എൻ്റെ പേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് പാർക്കുന്നു എന്നത് സമൃദ്ധിയുടെ നാളുകളെ സൂചിപ്പിക്കുന്നു. 30-ാമത്തെ അധ്യായത്തിലും ഇയ്യോബ് സുഭാഷിതം തുടരുകയാണ്. അവന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ വിവരിച്ച ശേഷം ഇപ്പോഴത്തെ അവസ്ഥ അവൻ ഒറ്റ വാക്യത്തിൽ പറയുന്നു. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. തുടർന്ന് അവൻ്റെ പഴയതും പുതിയതുമായ അവസ്ഥകളുടെ വൈരുദ്ധ്യം അവൻ വിവരിക്കുന്നു. അവനെ ഇപ്പോൾ പരിഹസിക്കുന്നവരുടെ ജീവിത പശ്ചാത്തലം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. അവർ ഭോഷന്മാരുടെ മക്കൾ, നീചന്മാരുടെ മക്കൾ. അവരെ ദേശത്ത് നിന്ന് ചമ്മട്ടി കൊണ്ട് അടിച്ചോടിക്കുന്നു. അവരുടെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻ കൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. ജനമധ്യേ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു, കള്ളനെ പോലെ അവരെ ആട്ടിക്കളയുന്നു. ഇയ്യോബ് ദേശത്തിലെ ന്യായാധിപനായിരുന്ന കാലത്ത് ഇത്തരം മനുഷ്യരോടെ അവൻ നീതിയോടെയും കർശനമായും ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് 29:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോൾ സാഹചര്യം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഇയ്യോബ് അതികഠിന കഷ്ടതയിലായി. നീചന്മാർ ഇയ്യോബിനെ നിന്ദിക്കുന്നു. ഇതിന്റെ കാരണം ഇയ്യോബ് തന്നെ വിശദീകരിക്കുന്നു. ദൈവം കയറ് അഴിച്ച് അവനെ ക്ലേശിപ്പിച്ചത് കൊണ്ട് നീചന്മാർ അവന്റെ മുന്നിൽ കടിഞ്ഞാൺ അയച്ച് വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു. എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നതും ഇല്ല. ഈ സാഹചര്യത്തിൽ ഇയ്യോബിനെ അലട്ടുന്ന ചോദ്യം ഇതാണ്: ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറിച്ചു നോക്കുന്നതേയുള്ളൂ. ഇതിനുള്ള വിശദീകരണമാണ് അവൻ്റെ സ്നേഹിതർ അന്വേഷിക്കുന്നത്. അത് തന്നെയാണ് ഇയ്യോബ് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതും. സ്നേഹിതർ ഉത്തരം ഇയ്യോബിന്റെ പാപത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇയ്യോബ് ഇതിൻ്റെ എല്ലാം വിശദീകരണം ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ കണ്ടെത്തുന്നു. ഇതാണ് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം. ഈ അധ്യായം അവസാനിക്കുന്നത് അനർഹമായതും കഠിനവുമായ കഷ്ടത അനുഭവിക്കുന്ന, എന്നാൽ അതിനൊരു പരിഹാരമോ വിശദീകരണമോ ലഭിക്കാത്ത ഒരു നീതിമാന്റെ നിലവിളിയോടെയാണ്. ഇയ്യോബ് 30:26 ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. ഇയ്യോബ് 30:31 എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. 31-ാം അധ്യായത്തിലും ഇയ്യോബിന്റെ 2-ാമത്തെ സുഭാഷിതം തുടരുകയാണ്. ഈ അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: ഇയ്യോബിന്റെ വചനങ്ങൾ അവസാനിച്ചു. അതിനാൽ ഇത് ഇയ്യോബിന്റെ അവസാനത്തെ പ്രഭാഷണമാണ് എന്ന് കരുതാം. ഇതിനുശേഷം വീണ്ടും ഒരു സംഭാഷണത്തിലേക്ക് പോകാതെ അവൻ ദൈവത്തെ മുഖാമുഖം കാണുകയാണ്. 31-നും 38-നും ഇടയ്ക്ക് മറ്റൊരു സ്നേഹിതൻ കൂടി ഇയ്യോബിനോട് സംസാരിക്കുന്നുണ്ട്. അത് എലിഹു ആണ്. എന്നാൽ ഇയ്യോബ് അവന് മറുപടി പറയുന്നില്ല. 31-ാം അധ്യായത്തിലും ഇയ്യോബിന്റെ വാദത്തിന് മാറ്റം ഇല്ല. ഇയ്യോബ് 31:5-6 വാക്യങ്ങൾ: ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. 1-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത് പാപം ചെയ്യാതെ ഇരിക്കുവാൻ അവൻ ദൈവത്തോടെ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് ഒരു കാര്യത്തിൽ മാത്രമുള്ള ഉടമ്പടിയല്ല. എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു എന്നത് ഒരു ഉദാഹരണമാണ്. അവൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും അവൻ ദൈവിക പ്രമാണത്തോടെ ഉടമ്പടി ബന്ധത്തിലാണ്. അതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല.
ഇവിടെ പുരാതന മധ്യ പൗരസ്ത്യ പ്രദേശങ്ങളിലെ ഉടമ്പടികൾ ലംഘിക്കപ്പെടുവാൻ സാധ്യമല്ല എന്ന ആശയമുണ്ട്. പാപത്തിനെതിരെയുള്ള എല്ലാ ഉടമ്പടികളും ദൈവവുമായുള്ള ഉടമ്പടിയാണ്. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ എന്നാണ് ഇയ്യോബ് പറയുന്നത്. പാപം അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് എൻ്റെ അനുഭവം ഒക്കെയും നിർമൂലമാക്കും. പാപത്തിൻ്റെ ശിക്ഷ ദഹിപ്പിക്കുന്ന തീയാണ് എന്ന ചിന്ത ഇവിടെ നമ്മൾ വായിക്കുന്നു. അവൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? ഇത് ദൈവത്തിന് മുമ്പാകെ അവൻ നിൽക്കുവാൻ പോകുന്നു എന്നതിൻ്റെ മുന്നോടിയായ വാചകമാണ്. ദൈവം പ്രത്യക്ഷനായപ്പോൾ അവർ ഇയ്യോബിൻ്റെ മേൽ പാപമൊന്നും ആരോപിച്ചില്ല. ദൈവം മുമ്പാകെ നിൽക്കുവാൻ തികഞ്ഞ യോഗ്യതയോടെ ഇയ്യോബ് എപ്പോഴും നിൽക്കുന്നു. 31-38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ നീതിക്ക് സാക്ഷി നിൽക്കുവാൻ അവൻ ഭൂമിയെ വിളിക്കുന്നു. ദൈവവുമായുള്ള ഇയ്യോബിൻ്റെ ഉടമ്പടിയുടെ സാക്ഷിയായി ഭൂമി നിൽക്കട്ടെ. ഉടമ്പടി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി അനുഗ്രഹം നൽകാതിരിക്കട്ടെ. 31-4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ എന്നീ വാക്യങ്ങളിൽ അവനെ ശോധന ചെയ്ത് അവൻ്റെ നിർമ്മലത അറിയുവാനും അവനെ പ്രതിരോധിക്കുവാനും ഇയ്യോബ് ദൈവത്തോടെ ആഹ്വാനം ചെയ്യുന്നു. 31-7 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവവും ഭാഗിയെടുത്ത ഉടമ്പടികൾ പാലിച്ചതിൻ്റെ ഒരു നീണ്ട പട്ടിക ഇയ്യോബ് നിരത്തുന്നു. ഇയ്യോബ് 31-7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കുറവും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ വിതച്ചത് വേറൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. ഇയ്യോബ് 31-9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ ഹൃദയം ഒരു സ്ത്രീയിങ്കൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിക്കൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ, എൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ മാവ് പൊടിക്കട്ടെ, അന്യർ അവളുടെ മേൽ കുനിയട്ടെ, അത് മഹാപാതകമല്ലോ. ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ, അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് എൻ്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും. ഇയ്യോബ് ഒരിക്കലും ഒരു കപടഭക്തിക്കാരനായിരുന്നില്ല. അവൻ്റെ ഭക്തി അഭിനയമായിരുന്നില്ല. അവസാനമായി അവൻ അവൻ്റെ നിലത്തെക്കുറിച്ചും അതിലെ ഫലത്തെക്കുറിച്ചും പറഞ്ഞു. ഇയ്യോബ് 31-38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ നിലം എൻ്റെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സന്ധിയാക്കുകയോ ചെയ്തുവെങ്കിൽ, ഗോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും മുളച്ചു വരട്ടെ. ഇയ്യോബിൻ്റെ വചനങ്ങൾ അവസാനിച്ചു. 31-40 വാക്യത്തോടെ ഈ പുസ്തകത്തിലെ ഇയ്യോബിൻ്റെ സംഭാഷണങ്ങൾ അവസാനിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലെ 8ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും തുടർന്നുള്ളവയും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠനം ബുക്കായി സൗജന്യമായി ലഭ്യമാണ്. ആവശ്യമുള്ളവർ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം വഴി ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.